പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ 7 പേരെ തെരുവുനായ കടിച്ചു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. എ കെ സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഈ കടിയേറ്റവരുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? നായയെ തല്ലിക്കൊന്നിട്ടുണ്ട്. നായയ്ക്ക് മറ്റ് വിഷബാധയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തതുമായിരിക്കുമല്ലോ അല്ലേ? എന്താണ് വിവരങ്ങൾ? പക്ഷേ ഇന്ന് രാവിലെ 8-നും 10-നും ഇടയ്ക്കായിരുന്നു ഈ പ്രശ്നമുണ്ടായത്. സാധാരണ പന്തളം കൂരമ്പാല പ്രദേശത്തൊക്കെ ഒരുപാട് തെരുവുനായ്ക്കളുണ്ട്. ആ പ്രശ്നം പലതവണ വാർത്തയായതുമെല്ലാമാണ്. അങ്ങനെ ഇന്നൊരു നായ ഓടി നടന്ന് പലരെയും കടിക്കുകയായിരുന്നു. കൂടുതൽ പേർക്ക് കടിയേറ്റിട്ടുണ്ടോ നടക്കുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ കൂടെ നിന്ന ആളുകളെ കൂടുതൽ പേരിലെ കടിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ ഇടപെട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം നഗരസഭാ അധികൃതരെ വിവരമറിയിക്കുകയും അവർ ഈ നായയുടെ ജഡം കൊണ്ടുപോവുകയും ചെയ്തു. നായയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പേവിഷബാധയുള്ള നായയാണോ എന്ന് അത് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. പക്ഷേ ഇങ്ങനെ കൂട്ടത്തോടെ ആളുകളെ കടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ വിഷബാധയ്ക്കുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നാട്ടുകാർ ഇടപെട്ട് നായയെ തല്ലിക്കൊന്നു നഗരസഭയെ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളൊന്നും തന്നെ എടുത്തിട്ടില്ല. അവരവരുടെ ജീവൻ ഭയന്നുകൊണ്ടാണ് ഇങ്ങനെ നായയെ പിടിച്ച് വെച്ചിരുന്നത്. അതിനിടയ്ക്ക് നായ ചാവുകയായിരുന്നു. ശരി, എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.